ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളാണ്. തേർഡ് മൊഡ്യൂള് ഫൊറിയർ സീരീസ്. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരു എസ്സേ ചോദിക്കാറുണ്ട്. ഒരു എസ്സേയും അതുപോലെ തന്നെ 6 മാർക്കിനൊരു ക്വസ്റ്റിനും 2 മാർക്കിനൊരു ക്വസ്റ്റിനുമാണ് ഫൊറിയർ സീരീസ് എന്ന് ചോദിച്ച് കാണാറുള്ളത്. എളുപ്പത്തിൽ നമുക്ക് പഠിക്കാവുന്നൊരു മെത്തേഡാണ് ഫൊറിയർ സീരീസിൽ. ആകെ 2-3 മെത്തേഡ് മാത്രമേ ഇതിൽ പഠിക്കുന്നുള്ളൂ. ആ മെത്തേഡ് നമ്മൾ തറവാക്കി കഴിഞ്ഞാൽ മതി. ബാക്കി മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്കതിൽ വരുന്നത് ഇൻ്റഗ്രേഷൻ്റെ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫൊറിയർ സീരീസ്? ഫൊറിയർ സീരീസ് ഓഫ് എ ഫങ്ഷൻ എഫ് ഡിഫൈൻഡ് ഓൺ ദ ഇൻ്റർവൽ -p, p is given by f of x is equal to a0/2 plus summation n is equal to 1 to infinity an cos n pi x by p plus bn sin n pi x by p. ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റർവൽ -p to p ഫൊറിയർ സീരീസ് ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് കാണാൻ പറയാം. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞാൽ a0 ഡിവൈഡഡ് ബൈ 2 പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity an cos n pi x by p plus bn sin n pi x by p. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കൊരു ഏത് ക്വസ്റ്റ്യൻ തന്നാലും നമ്മൾ ഈ ഇക്വേഷനാണ് ആദ്യം നമ്മൾ എഴുതി വെക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി നമ്മളെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ a0 എന്താ കാണുക, an എന്താ കാണുക, bn എന്താ കാണുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കൊടുത്തിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതാണ് ഫൊറിയർ സീരീസിൽ നമ്മുടെ ഡ്യൂട്ടി. a0 കാണുക, an കാണുക, bn കാണുക. അതിൽ a0 കാണാനും an കാണാനും bn കാണാനും ഒരു ഇക്വേഷൻസ് ഉണ്ട്. അത് നമ്മൾ പഠിച്ചു വെക്കണം. a0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a0 is equal to 1/p integral -p to p f of x dx. എഫ് ഓഫ് എക്സ് എന്താ നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, -p to p എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവെൽ 1/p -p to p എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്താണോ കിട്ടുന്നത് അതായിരിക്കും എന്തെന്ന് പറഞ്ഞാൽ a0 എന്ന് പറഞ്ഞാൽ. അതേപോലെ an എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ 1/p integral -p to p എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് n pi x by p. ഇതിന് മാത്രം കേട്ടോ അങ്ങനെ ബ്രാക്കറ്റ് നോക്കണേ. കോസ് n pi x by p dx. അതായത് എഫ് ഓഫ് എക്സിൻ്റെ കൂടെ ആരെയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, കോസ് n pi x by p dx. അതേപോലെ തന്നെ bn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/p ഇൻ്റഗ്രൽ -p to p പഠിക്കാൻ എളുപ്പമാണ്. എന്താണ്, എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇവിടെ നമ്മൾ കോസ് അല്ലേ പറഞ്ഞത്, അപ്പോൾ ഇവിടെ നമ്മൾ എന്തെടുക്കുക, സൈൻ n pi x by p dx. ഓക്കെ, അപ്പോൾ a0 കാണാൻ 1/p ഇൻ്റഗ്രൽ -p to p എഫ് ഓഫ് എക്സ് ഡി എക്സ്. an കാണാൻ 1/p ഇൻ്റഗ്രൽ -p to p എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് n pi x by p dx. bn എന്ന് പറഞ്ഞാൽ 1/p ഇൻ്റഗ്രൽ -p to p എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ n pi x by p dx. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ a0 കിട്ടും, an കിട്ടും, bn കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, a0ൻ്റെ പൊസിഷനിൽ a0ൻ്റെ ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, anൻ്റെ പൊസിഷനിൽ എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, bnൻ്റെ പൊസിഷനിൽ bn. എന്നിട്ട് n-ന് ആദ്യം 1 കൊടുക്കുക, അപ്പോൾ പ്ലസ് n-ന് 2 കൊടുക്കുക, n-ന് 3 കൊടുക്കുക, എക്സെട്ര n-ന് ഇൻഫിനിറ്റി വരെ പോകണം. പക്ഷെ നമുക്കൊരു 1-2 സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സീരീസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. എക്സ്പാൻഡ് എഫ് ഓഫ് എക്സ് is equal to 0 -pi x < 0 pi - x
0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ പൈ. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ -π മുതൽ 0 വരെ അതിൻ്റെ ആൻസർ എന്താണ്? ഫങ്ഷണൽ വാല്യൂ 0 ആണ്. 0 മുതൽ π വരെ അതിൻ്റെ ഫങ്ഷണൽ വാല്യൂ എന്താ വരുന്നത്? π-6 ആണ് വരുന്നത്. നമ്മളോട് കാണാൻ പറഞ്ഞത് ഇതിൻ്റെ ഫൊറിയർ സീരീസ് ആണ് കാണാൻ പറഞ്ഞത്. ഇന്നെ ഫൊറിയർ സീരീസ്, ഇതിനെ ഫൊറിയർ സീരീസിൽ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടത്? എക്സ്പാൻഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫൊറിയർ സീരീസിൻ്റെ ഇക്വേഷൻ എഴുതാം. ഫൊറിയർ സീരീസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് equal to a0/2 plus summation n is equal to 1 to infinity an cos n pi x by p plus bn sin n pi x by p. ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. സൈന് കഴിഞ്ഞാലും കോസ് കഴിഞ്ഞാലും n π, അത് അതിൻ്റെ ആംഗിളാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാം. പി എന്ന് പറഞ്ഞാൽ എന്താണ്? -p to p അല്ലേ നമുക്ക് ഇൻ്റർവെല്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഏത് മുതൽ ഏത് വരെ നോക്കിക്കേ? -π to π. അപ്പോൾ p is equal to ഇവിടെ എന്താ വരിക? π എന്നാണ് വരിക. ശരിയല്ലേ? ഇനി നമ്മളെ ഡ്യൂട്ടി ഞാൻ പറഞ്ഞു a0 എന്താ കാണുക, an എന്താ കാണുക, bn എന്താ കാണുക. അപ്പം ഞാൻ ആദ്യം a0 കാണാൻ പോവുകയാണ്. a0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? 1/p. p is equal to π അല്ലേ? അപ്പോൾ 1/π ഇൻ്റഗ്രൽ എവിടെ നിന്ന് എങ്ങോട്ട്? അപ്പോൾ രണ്ടെണ്ണമായിട്ടാണ് ഫംഗ്ഷൻ കിടക്കുന്നത്. സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് -π to p എന്നല്ലേ നമ്മൾ കൊടുത്തിരുന്നത്. പക്ഷേ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ എങ്ങനെയാണ്? രണ്ട് ഫംഗ്ഷനായിട്ടാണ്. -π മുതൽ 0 വരെ ഫങ്ഷണൽ വാല്യൂ f0യും 0 മുതൽ π വരെ ഫങ്ഷണൽ വാല്യൂ എന്തുവാണ്? π-6 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്പ്ലിറ്റപ്പ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ സ്പ്ലിറ്റപ്പ് ഇടുന്നതാണ് -π to 0. അപ്പോൾ കൊടുക്കാം. ദറ്റ് ഈസ് ഈക്വൽ ടു 1/π. ശരിക്കും നമുക്ക് ആൻസർ വേണ്ടത് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇതല്ലേ a0 എന്ന് പറഞ്ഞാൽ? ദറ്റ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഈ എഫ് ഓഫ് എക്സ് കിടക്കുന്ന രണ്ട് ഇൻ്റർവെല്ലായിട്ടാണ്. അപ്പോൾ രണ്ട് ഇൻ്റർവെല്ലായിട്ട് കൊടുക്കുക. അതായത് 1/πനെ നമ്മൾ കോമൺ ആയിട്ട് നിർത്തുക, അത് പൊതുവായിട്ട് എടുക്കാം. -π to 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഞാൻ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യാണ്. -π to 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് 0 to π എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ -π to 0 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ വരുന്നത്? 0 ആണ്. 0 ഡി എക്സ് പ്ലസ് 0 to π എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ വരുന്നത്? π-6 ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ ഇത് 0 ആയി അല്ലേ? ഈ ടേം കംപ്ലീറ്റ് 0 ആയി. 1/π പുറത്തുണ്ട്. ഇനി പൈ ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. പൈ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? പൈ ഇൻറ്റു എക്സ്. എക്സ് 0 to π മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ x²/2 ഫ്രം 0 to π. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/π. ഇനി ലിമിറ്റ് കൊടുത്തു നോക്കുക. പൈ ഇൻറ്റു പൈ ഇൻറ്റു എക്സിന് ആദ്യം പൈ കൊടുക്കുക. അപ്പോൾ പൈ എക്സിന് 0 കൊടുക്കുമ്പോൾ 0 മൈനസ് എക്സിന് പൈ കൊടുക്കുക. അപ്പോൾ π²/2 മൈനസ് 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു പൈ π² മൈനസ് π²/2 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/π. π² നിന്ന് π²/2 കൊടുക്കുക. അതായത് 1 നിന്ന് 1/2 കുറച്ചാൽ എന്താ ആൻസർ വരിക നമുക്ക്? ദാറ്റ് ഈസ് ഈക്വൽ ടു π²/2. ഒരു പയ്യും ഇവിടുന്ന് π² ആണ്, ഇത് പൈ ആണ്. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് വരും? π/2. അപ്പോൾ a0ൻ്റെ വാല്യൂ എന്താ നമുക്ക് കിട്ടി? π/2 ആണ് കിട്ടി. ക്ലിയർ അല്ലേ? a0നെ 1/π ഇൻ്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. പക്ഷേ -π to 0 വരെ ഒരു എഫ് ഓഫ് എക്സും ആണ്, 0 to π വരെ ഒരു എഫ് ഓഫ് എക്സും ആണ്. അപ്പോൾ ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു വന്നപ്പോൾ എനിക്ക് a0ൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടി? π/2 ആണ് കിട്ടി. അതവിടെ നമ്മൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് എന്ത് കാണണം? a0 കഴിഞ്ഞാൽ അടുത്ത് കാണേണ്ടത് an കാണണം. അതേപോലെ തന്നെ നമുക്ക് ആരെയും കാണണം? bnനെയും കാണണം. വേണ്ടേ? അപ്പോൾ an എങ്ങനെ കാണാം? an ഈക്വൽ ടു എന്താ വരിക? 1/p അല്ലേ? അപ്പോൾ 1/π ഇൻ്റഗ്രൽ മൈനസ് p to p എന്നാണ്. ഇവിടെ നമുക്ക് രണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലേ? ഇൻ്റഗ്രൽ ഫോം ഇത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ഇൻ്റഗ്രൽ -π to 0 എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അടുത്ത ഫങ്ഷണൽ വാല്യൂ എന്താണ്? 0 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എവിടെ മാത്രം നോക്കിയാൽ മതി? 0 to π മാത്രം ചെക്ക് ചെയ്താൽ മതി.
0 to π. എന്താ നമ്മളുടെ ഇക്വേഷൻ എന്താണ്? എ എൻ കാണാം അല്ലേ? മൈനസ് പി ടു പി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ഡി എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇവിടെ എന്താണ്? പൈ മൈനസ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ പി എന്ന് പറയുന്നത് എന്താണ്? പൈ ആണ് അല്ലേ? ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ 0 to π പൈ മൈനസ് എക്സ് ഇൻറ്റു ഈ പയ്യും കൂടെ വെട്ടിക്കൂടെ എൻ പൈ എക്സ് ബൈ പൈ എന്നാണ്. പി എന്നാണ് വേണ്ടത്, പിയുടെ സ്ഥാനത്ത് പൈ ആണ്. അപ്പോൾ പൈ കെട്ടിക്കഴിഞ്ഞാൽ ബാക്കി ആരാ വരുന്നത്? കോസ് എൻ എക്സ് ഡി എക്സ്. ഇത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, ഇതും ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ എന്താ അപ്ലൈ ചെയ്യേണ്ടി വരും? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. അതാണ് നമ്മളിവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് തെറ്റിക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ചെയ്യാണ് 1/π. അത് നമ്മൾ ബ്രാക്കറ്റായിട്ട് അവിടെ തന്നെ നിന്നോട്ടെ. ഫസ്റ്റ് ഫംഗ്ഷനാണ് ഐ ലേറ്റ് റൂള് അല്ലേ? ഐ ഇൻവേഴ്സ് എൽ ലോഗരിതം എ ഓൾജിബ്ര അല്ലേ ആദ്യം വരുന്നത് നോക്കിക്കുക, എന്നിട്ടല്ലേ ട്രിഗണോമെട്രി വരുന്നത്. അപ്പോൾ നമ്മൾ എന്തിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കുക? പൈ മൈനസ് എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കുക. അപ്പോൾ എന്താ വരിക? പൈ മൈനസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് കോസ് എൻ എക്സ് അല്ലേ? ഇൻ്റഗ്രൽ ഓഫ് കോസ് എൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്ന് വരും. ശരിയല്ലേ? ഫ്രം എവിടുന്ന് എങ്ങോട്ടാണ്? 0 to π മൈനസ് ഇൻ്റഗ്രൽ ഓഫ് പൈ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ പൈൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് എക്സിൻ്റെ എന്ത് വരും? -1 ഇൻറ്റു എന്താ ഇവിടെ കിട്ടിയ വെച്ചാൽ അതന്നെ. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എൻ എക്സ് ബൈ എൻ ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഞാൻ വാല്യൂ കൊടുക്കാൻ പോവാട്ടോ. ആദ്യം 0 to π പൈ കൊടുക്കുമ്പോൾ എക്സ് കാണുന്നിടത്താണ് പൈ കൊടുക്കേണ്ടത്. അപ്പോൾ പൈ കൊടുക്കുമ്പോൾ പൈ മൈനസ് പൈ 0 ആയി. അപ്പോൾ 0 ഇൻറ്റു ദിസ് 1 എന്ന് പറഞ്ഞാൽ എന്തായാലും കംപ്ലീറ്റ് 0 ആണ്. ഇനി അടുത്ത് നമ്മൾ കൊടുക്കാൻ പോണത് 0 ആണ്. 0 കൊടുക്കുമ്പോൾ പൈ മൈനസ് 0 എന്ന് പറയുമ്പോൾ പൈ വരും. ശ്രദ്ധിക്കാം, പൈ വരും. പിന്നെ സൈൻ എൻ ഇൻറ്റു 0 എന്ന് വരും. സൈൻ എൻ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ സൈൻ 0 അല്ലേ? സൈൻ 0യുടെ വാല്യൂ എന്താ വരുന്നത്? 0 ആണ്. അപ്പോൾ ഈ ടേമുകൾ കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. പറഞ്ഞാൽ മനസ്സിലായില്ലേ? പൈ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ പൈ മൈനസ് പൈ എന്ന് വരുമ്പോൾ 0 ആയിപ്പോയി. 0 ഇൻറ്റു സൈൻ അല്ലേ വരിക? അപ്പോൾ അത് 0. ഇനി അടുത്തത് എന്താണ്? 0 ആണ് കൊടുക്കുന്നത്. അപ്പോൾ പൈ മൈനസ് 0 എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു സൈൻ 0. സൈൻ 0 എന്താണ്? 0 ആണ്. അപ്പോൾ അതും പോയി. ഇനി ഇവിടെ നോക്കിക്കുക, ഇവിടെ -1 അല്ലേ? ഈ മൈനസ് ഇൻറ്റു മൈനസ് എന്തായിട്ട് മാറി? പ്ലസ് ആയിട്ട് മാറി. പിന്നെ ഇനി നമ്മൾ ഒരു 1/n ഉണ്ട്, അത് പുറത്തെടുക്കുക. കണ്ടോ, ഇവിടെ ഒരു 1/n. ഇനി സൈൻ എൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? ദാറ്റ് ഈസ് ഇൻ്റഗ്രേഷൻ എന്താ വരിക? മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ ഫ്രം എവിടുന്ന് എങ്ങോട്ടാണ്? 0 to π. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുക. 1/π ഇൻറ്റു 1/n ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട്. അപ്പോൾ 1/n² ഇൻറ്റു മൈനസ് കോസ് എൻ എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വന്നത്? നമുക്കിതിനെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 1/, ഇവിടെ ഒരു n² ഉണ്ട്, പുറത്തൊരു പയ്യും ഉണ്ട് അല്ലേ? അപ്പോൾ 1/n² π. ഇനി ലിമിറ്റ് കൊടുക്കുക, 0 കൊടുക്കുക ആദ്യം. അപ്പോൾ എന്താ വരിക? മൈനസിനെയും കൂടി പുറത്ത് എടുത്തു കേട്ടോ ഞാൻ. അപ്പോൾ വെറും കോസ് എൻ എക്സ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കോസ് എൻ ഇൻറ്റു 0, കോസ് 0 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ വരിക? 1 ആണ്. മൈനസ് 0 അല്ല ആദ്യം കൊടുക്കേണ്ടത്, 0 to π അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യം പൈ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ കോസ് എൻ പൈ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എൻ പൈ മൈനസ് കോസ് 0. കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ആൻസർ 1 ആണ് വരിക അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/n² പൈ കോസ് എൻ പൈ. എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ, കോസ് എൻ പൈയുടെ വാല്യൂ എന്താ വരിക എന്നറിയോ? കോസ് എൻ പൈ ഈസ് ഈക്വൽ ടു നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും, -1/n ആണ് വരിക. കോസ് എൻ പൈ ഈസ് ഈക്വൽ ടു -1/n. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിട്ട് വന്നു? കോസ് എൻ പൈ വരുമ്പോൾ -1/n. ഇത് ഓർത്ത് വെക്കുക, കോസ് എൻ പൈ ഈസ് ഈക്വൽ ടു -1/n. അപ്പോൾ കോസ് എൻ പൈ എന്നുള്ളടത്ത് -1/n -1. ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ 1/n² π. അപ്പോൾ ആദ്യം 1 വരും, 1 മൈനസ് -1/n. ഇതാണ് നമ്മളുടെ ആരായിട്ട് വരിക? an ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് a0 കിട്ടി, അതേപോലെ തന്നെ ആരെയും കിട്ടി? an-നെയും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടത്? bn എന്താണെന്ന് ഫൈൻഡ് ചെയ്യണം. an കിട്ടി, ഇനി നമുക്ക് കണ്ടത് bn.
ബി എൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബി എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എൻ സീക്വൾ ടു 1/π അല്ലേ? 1/p എന്നാണ്. പി എന്ന് പറഞ്ഞാൽ 1/π മൈനസ് പൈ ടു പൈ ആണ്. പക്ഷെ നമുക്കിവിടെ രണ്ട് സ്പ്ലിറ്റ് അപ്പ് ആയിട്ടാണ് നേരത്തെ നമ്മൾ എടുത്ത പോലെ തന്നെ. അപ്പോൾ നമ്മൾ ഏത് ഇൻ്റർവെല്ലിൽ മാത്രമേ എടുക്കുള്ളൂ, കാരണം മറ്റേ എഫ് ഓഫ് എക്സ് 0 അല്ലേ. അപ്പോൾ 0 to π എഫ് ഓഫ് എക്സ് ഇൻറ്റു പൈ മൈനസ് എക്സ് ഇൻറ്റു മറ്റോടത്ത് കോസ് എൻ പൈ എക്സിന് ഇവിടെ എന്ത് വരും? സൈൻ എൻ പൈ എക്സ് ബൈ പൈ എന്ന് വരും അല്ലേ? ഡി എക്സ്. ഇവിടെ നോക്കിക്കേ, ഈ പൈ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? 1/π ഇൻ്റഗ്രൽ 0 to π മൈനസ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ്. ഇവിടെ വീണ്ടും നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം? ഇവിടെ നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1/π അവിടെ നിർത്തി പൈ മൈനസ് എക്സ് ആണ് ആദ്യം വരുന്നത്. അതായത് ഈസ് ഈക്വൾ ടു പൈ മൈനസ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്ന് വരും. ഫ്രം എവിടുന്ന് എങ്ങോട്ടാണ്? 0 to പൈ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് പൈ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ പൈൻ്റെ 0 മൈനസ് എക്സിൻ്റെ -1 ഇൻറ്റു ഇവിടെ എന്താണോ കിട്ടിയത് അതന്നെ. ദറ്റ് ഈസ് ഈക്വൾ ടു മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ഡി എക്സ്. അപ്പോൾ നമുക്ക് ആരാ വന്നത്? 1/π ഇൻറ്റു ലിമിറ്റ് കൊടുത്തു നോക്കുക കേട്ടോ. പൈക്ക് ആദ്യം ലിമിറ്റ് കൊടുക്കുമ്പോൾ പൈ മൈനസ് പൈ 0 ആയില്ലേ. അടുത്തത് എന്താ കൊടുക്കാൻ പോണേ? 0 കൊടുക്കുക. അപ്പോൾ പൈ മൈനസ് 0 എന്ന് പറയുമ്പോൾ ആരെ വരും? നമുക്ക് ഒരു പൈ വരും. പിന്നെ ആരെ വരിക? കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1 ആണ് അല്ലേ. കോസ് 0 1 ആകുമ്പോൾ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഇല്ലേ. ദറ്റ് ഈസ് ഈക്വൾ ടു കോസ് 0 1 ആകുമ്പോൾ പൈ ഇൻറ്റു -1/, ഇവിടെ ഒരു എന്നും ഉണ്ട്. ദറ്റ് ഈസ് ഈക്വൾ ടു പൈ ഇൻറ്റു -1/n മൈനസ്. ഇനി അടുത്തത് നമുക്ക് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് പ്ലസ് ആയി. പിന്നെ പുറത്ത് ഓൾറെഡി ഒരു മൈനസും. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. അപ്പോൾ ഇവിടെ ബാക്കി ആരുള്ള ഒരു 1/n ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം 0 to π കോസ് എൻ എക്സ് ഡി എക്സ്. ദറ്റ് ഈസ് ഈക്വൾ ടു 1/π ഇൻറ്റു -π/n -1/n ഇൻറ്റു കോസ് എൻ എക്സ് എന്ന് പറഞ്ഞാൽ ആരാ വരിക? കോസ് എൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ ഫ്രം 0 to π അല്ലേ. സൈൻ്റെ കേസിൽ സൈൻ്റെ 0 വാല്യൂം 0 ആണ്, സൈൻ്റെ പൈ വാല്യൂം എന്തെന്നെ വരുന്നത്? 0 ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ പൈ 0 ആയിട്ട് മാറും. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോഴും സൈൻ 0 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ആകെ ഇയാൾ മാത്രമേ ഉള്ളൂ. ഇയാൾ മാത്രം എന്ന് പറയുമ്പോൾ ഈ പൈ ക്യാൻസൽ ചെയ്താൽ ബാക്കി ആൻസർ ആര് മാത്രമാണ് വരിക? നമുക്ക് -1/n. ഇവിടെ മൈനസ് ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താണ് ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ആണുള്ളത് അല്ലേ. ഇവിടെ കൊടുക്കുമ്പോൾ 0 അല്ല, നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് അല്ല കൊടുത്തത്. അപ്പോൾ പൈ മൈനസ് പൈ എന്ന് പറഞ്ഞാൽ 0 ആയി. പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ പൈ -0 എന്ന് പറഞ്ഞാൽ പൈ ആണ് അല്ലേ. ശരിയല്ലേ? മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. അപ്പോൾ ആ മൈനസ് ഇൻറ്റു ഇവിടെ ഒരു മൈനസ് പോവും. ദറ്റ് ഈസ് ഈക്വൾ ടു ആൻസർ എന്താ വരിക? +1/n. അപ്പോൾ നമുക്ക് ആരൊക്കെ കിട്ടി? A0 കിട്ടി, AN കിട്ടി, BN കിട്ടി. ഇനി നമ്മൾ ഫോറിയർ സീരീസ് എഴുതുക. ഫോറിയർ സീരീസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു A0/2. A0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയിരുന്നത്? π/2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ അതെന്തായിട്ട് മാറി? π/4 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൾ ടു 1 to ∞ AN. ANൻ്റെ വാല്യൂ നേരത്തെ നമുക്ക് എന്താ കിട്ടിയത്? AN ഇസ് ഈക്വൾ ടു 1 -1 ഓൾ റേസ് ടു n ഡിവൈഡഡ് ബൈ n² പൈ അല്ലേ. A0 കിട്ടിയത് അതല്ലായിരുന്നു, AN കിട്ടിയത് ഇൻറ്റു കോസ് n പൈ എക്സ് ബൈ പൈ. അത് ചെയ്യണമെന്നില്ല, കോസ് എൻ എക്സ് എന്ന് എഴുതിയാൽ മതി, കാരണം പൈ വെട്ടുമല്ലോ. പ്ലസ് BNൻ്റെ വാല്യൂ എന്താ കിട്ടിയത്? 1/n സൈൻ n പൈ എക്സ് ബൈ പൈ. ദാറ്റ് ഈസ് ഈക്വൾ ടു π/4 പ്ലസ് സമ്മേഷൻ n ഈക്വൾ ടു 1 to ∞ 1 -1 ഓൾ റേസ് ടു n/n² പൈ cos nx പ്ലസ് 1/n സൈൻ nx. ഇതാണ് നമുക്ക് എന്ത് വരിക? ഫോറിയർ എക്സ്പാൻഷനായിട്ട് വരിക. ഓക്കെ.